ഐസിയുവിനകത്ത് നിന്ന് എൻ്റെ അനിയനെ ഒരു വെള്ള പുതപ്പിച്ചിട്ട് അവൻ്റെ മുഖം കൂടെ ഇവിടെ കവർ ചെയ്യാനായിട്ട് ഇവിടം വരെ വെള്ള പുതപ്പിച്ച് ഇവൻ്റെ ഡോക്ടേഴ്സ് ഞാൻ ഇതിന്ന് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി കാണുന്നത് ഇവനെ ആ കിടക്കുന്ന സാധനത്തിൽ വെള്ള പുതപ്പിച്ച് പുറത്തോട്ട് കൊണ്ടുവന്ന രൂപവും ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ ഞാനാണെന്നുണ്ടെങ്കിൽ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടേഴ്സൊക്കെ മാറി നിൽക്കുക, കാരണം കഴിഞ്ഞു എന്നുള്ള രീതിക്ക് ഡോക്ടേഴ്സൊക്കെ മാറി നിൽക്കുക. എന്നിട്ട് ഞാൻ അടുത്ത് ചെന്നിട്ട് ഇവനെ വിളിച്ചു, ഉണ്ണീന്ന് വിളിച്ചു. ഒരു ചലനവും ഇല്ല, ഒരു അനക്കവും ഇല്ല, ഒന്നുമില്ല, ഒന്ന് അനങ്ങുന്ന പോലും ഇല്ല അവൻ. എന്നുവെച്ചാൽ ഇവനെ ഞാൻ ചെല്ലപ്പേര് വിളിക്കും, ഇവനെ ഞാൻ സുന്ദരി എന്നായിരുന്നു വിളിക്കുന്നത്. എന്നുവെച്ചാൽ ഞാൻ ഇവൻ്റെ അടുത്ത് ചെന്നു, ഞാൻ പ്രാർത്ഥിക്കുമല്ല, മനസ്സിൽ പ്രാർത്ഥന വരുന്നില്ല. എൻ്റെ മാതാവേ, ഈ ഒരു രൂപം മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ, വേറെ ഒന്നുമില്ല. എന്നിട്ട് ഞാൻ ചെന്ന് തോളയിൽ ഇവനിങ്ങനെ കിടക്കുക, ഞാൻ തോളയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ചെവിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എടി സുന്ദരി ഒന്ന് കണ്ണ് തുറക്കടി എന്ന് പറഞ്ഞു. ഇത്രയും ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറയുകയും ഇവൻ്റെ കൺപീലി വെട്ടി ഇവൻ്റെ ഇതാ സൈഡിൽ നിന്ന് ഡോക്ടർ കണ്ടു. ഡോക്ടർ ഓടി വന്നേച്ച് പറഞ്ഞു, വിളിക്ക് ഇനിയും വിളിക്കുന്നു പറഞ്ഞു. ഞാൻ ചെന്നിട്ട് വിളിച്ചു ഇവനെ. പിന്നെ ഞാൻ ആ പേര് വിളിക്കുമ്പോഴത്തേന് ഇങ്ങനെ മൂളെന്ന് പറയാൻ പറ്റില്ല, അടുത്ത് നമ്മൾ നിന്നാൽ മാത്രമേ കേൾക്കത്തുള്ളൂ. ഇവൻ മൂളി. അപ്പം തന്നെ ഇവനെയും കൊണ്ട് നേരെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവൻ ഈ ജീവൻ പിടിച്ച് നിൽക്കാനായിട്ട് ഒരു സാധനം വെച്ച് ഇങ്ങനെ തേച്ച് നെഞ്ചത്തൂന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക ഇവൻ ഒന്ന് അനങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവനെയും കൊണ്ട് നേരെ അവർ വെന്റിലേറ്ററിലേക്ക് പോയ സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്താ പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല, പോയ ആളാണ്. ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞ്, പോയ ആളാണ്, ആളെ ദൈവം തിരിച്ചു തന്നു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ നെഞ്ചത്തെ കൈ വെച്ചിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞു. അപ്പോഴും ഞാൻ ഇതേ പറഞ്ഞുള്ളൂ, മാതാവേ എന്നെ ഒന്ന് സഹായിക്കണേ, ഇത്ര ഞാൻ പറഞ്ഞോളൂ, എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിതുപോലെ പറഞ്ഞു, നിങ്ങളുടെ ഹിതം എന്താണോ അവനെ എനിക്ക് തരാനാണെങ്കിൽ എനിക്ക് തിരിച്ചതായോ. എൻ്റെ അനിയനായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, എൻ്റെ സഹോദരനായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, എൻ്റെ അല്ല, നിങ്ങളുടെയാണ്, നിങ്ങളുടെ മകനാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അവനെ തിരിച്ചതായോ എന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ അവനെ ഇനി വേദനിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല എൻ്റെ അനിയനെ ഇങ്ങനെ കിട്ടുമെന്ന്. ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ച ഒരു ബോധമില്ല ആൾക്ക്, ഒരു ബോധമില്ലാണ്ട് ആൾ സംസാരിക്കുന്നയാ. എന്തെങ്കിലും അവനൊന്ന് മിണ്ടി കിട്ടാനായിട്ട് ഞാൻ സംസാരിക്കുന്ന അവനോട്. ഇതായിരുന്നു ഇവന്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്നാണ് എൻ്റെ മാതാവ് എനിക്ക് ഇവനെ ഇത്രത്തോളം തിരിച്ചു തന്നത്.